നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 6, 7, 8, 9, 10 തീയതികളിൽ ഏകദേശം 5 വർക്കിംഗ് ഡേ തുലാം രാശിക്ക് അത്യധികം നേട്ടമുള്ള ദിവസങ്ങളാണ്. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. ഓക്കെ, അപ്പോൾ തുലാം രാശിക്ക് 4 ദിവസം അടിപൊളി ദിവസങ്ങളാണ്. അത് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഇവിടെ തുലാം രാശിക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ചൊവ്വ മാത്രമാണുള്ളത്. ചൊവ്വ അഷ്ടമത്തിലാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക, ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കുക, വാഹനമൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കുക. പിന്നെ ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് മുരുകന്, അതായത് നമ്മുടെ സുബ്രഹ്മണ്യന് പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. പിന്നെ ഓം ഭജസ്ഭൂവേ നമ എന്ന് പറയുന്ന മൂലമന്ത്രമെങ്കിലും മിനിമം ചൊല്ലുക. പിന്നെ സഹസ്രനാമം ചൊല്ലാം സുബ്രഹ്മണ്യൻ്റെ, അതുപോലെ തന്നെ ശതനാമാവലി ചൊല്ലാം. അതൊക്കെ ചെയ്യുക. ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതം എടുക്കുക അന്നത്തെ ദിവസം. പിന്നെ ഇവിടെ ബുധനൊന്ന് മാറുന്നുണ്ട്. 7-ാം തീയതി രാവിലെ 10:46 AM ബുധൻ തിരിച്ച് മിഥുനം രാശിയിൽ വരും. പക്ഷെ അത് സ്വക്ഷേത്ര ആണ് ബുധൻ്റെ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും സംഭവിക്കില്ല. എങ്കിലും 6-ാം തീയതി മുഴുവനും, പിന്നെ 7-ാം തീയതി രാവിലെ 10:46 AM വരെയും ബുധൻ അനുകൂലമാണ്. ശേഷം സ്വക്ഷേത്രപരമായിട്ട് 9-ാം ഭാവത്തിൽ സൂര്യനോടൊപ്പം ചേരുന്നു. അപ്പം നിപുണയോഗം വരും. ഓക്കെ, അത് നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് പറയാം. പിന്നെ നമ്മൾ അറിയേണ്ടത് പ്രധാനമായിട്ടുള്ള സംഭവം എന്ന് പറയാൻ ശുക്രൻ്റെ ഒരു വലിയ മാറ്റമാണ്. അപ്പോൾ അത് നമുക്ക് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചിങ്ങം രാശിയിൽ വരികയാണ്. ഈ 5 ദിവസവും ശുക്രൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് നേട്ടം കൊണ്ടുവരും. ധനവരവിൻ്റെ കാലമാണ്. പിന്നെ തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള ഭൗതിക സുഖങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ശുക്രൻ ഇത് ഏകദേശം ഓഗസ്റ്റ് 1 വരെ ചിങ്ങം രാശിയിലുണ്ടാവും. അതിനുശേഷവും അനുകൂലം തന്നെ, 12-ാം ഭാവത്തിൽ അനുകൂലമൊക്കെ തന്നെ. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചിങ്ങം രാശിയിൽ ശുക്രൻ നിൽക്കുന്നു. അത് അത്യധികം നേട്ടം ഉണ്ടാക്കി തരും. പിന്നെ സർപ്പവും ശിഖയും അനുകൂലമാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പിന്നെ ശനി 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അത്യധികം ഗുണാധിക്യമായിട്ട് നിൽക്കുകയാണ്. ചന്ദ്രനും നമുക്ക് അനുകൂലമായിട്ട് കണക്കാക്കാം. ഓക്കെ, പിന്നെ വ്യാഴം കർമ്മഭാവത്തിലാണ്. അത് ചിലർ വലിയ ഗുണമൊന്നുമില്ലെന്ന് പറയും. പക്ഷേ ചില ജ്യോത്സ്യന്മാർ കർമ്മഭാവത്തിൽ വ്യാഴം നിന്നാൽ നേട്ടമുണ്ടാവും. കർമ്മമേഖലയിൽ തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. തൊഴിൽപരമായിട്ട് ഗുണപരമായ മാറ്റം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും നേട്ടമുള്ള ഒരു കാലഘട്ടമാണ് ജൂലൈ 6 തൊട്ട് ഒരു 10-ാം തീയതി വരെ 5 വർക്കിംഗ് ഡേയ്സ്. ഭാഗ്യപരീക്ഷണ സാധ്യതയുണ്ട്. പിന്നെ സർവകാര്യവിജയം, ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. അത് അങ്ങോട്ട് ജീവിതത്തിൽ പകർന്നു കിട്ടണമെങ്കിൽ നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറയുന്ന ഇടിവെട്ട് സൗഭാഗ്യമൊക്കെ കിട്ടണമെങ്കിൽ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കണം. അപ്പോൾ അത് ഇപ്പോൾ ആകെ
പലരും പല രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാനും പറയാം. അത് ഡീറ്റെയിൽഡായിട്ട് ഇതിനകത്ത് പറയുന്നില്ല. ഒരു ചെറിയ വീഡിയോ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടാം. ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. പിന്നെ തീർച്ചയായിട്ടും ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ഇടയ്ക്കിടയ്ക്ക് ഈ ഇടിവെട്ടുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അതിനൊരു ശിക്ഷ എന്നുള്ള രീതിയിൽ അങ്ങനെയെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു കാലയളവാണ്. 5 ദിവസം വർക്കിംഗ് ഡേയ്സ് തീർച്ചയായിട്ടും വരുന്നത്. തിങ്കളാഴ്ച തൊട്ടാണ് അത് വരുന്നത്. ഈ വരുന്ന 6-ാം തീയതി തിങ്കളാഴ്ച തൊട്ടാണ്. അപ്പോൾ അടുത്ത ആഴ്ച മുഴുവൻ വർക്കിംഗ് ഡേയ്സ് മുഴുവൻ നിങ്ങൾക്ക് നേട്ടമാണ്. പിന്നെ എടുത്തു പറയേണ്ടത്തക്ക കാര്യം എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ഏറ്റവും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം നേടിത്തരുന്ന ഒരു കാലഘട്ടമാണ് ശുക്രൻ വരുന്നത്. ബുധൻ 7-ാം തീയതി വരെ നേട്ടം. ഇപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പൊതുവെ നല്ലൊരു കാലഘട്ടമാണ്. 5 ദിവസം 5 വർക്കിംഗ് ഡേയ്സ് വരുന്നു. അപ്പോൾ തുലാം രാശിക്കാർക്ക് മാത്രമല്ല, തുലാം ലഗ്നക്കാർക്കും നേട്ടമാണ്. ഓക്കെ. അപ്പോൾ അത് നിങ്ങളുടെ ലഗ്നമൊക്കെ അറിയില്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ. അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല ഞാൻ. എല്ലാവർക്കും വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.